അവൻ ചിക്കനൊക്കെ കടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കടിക്കണം പഴംപോളി. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മുടെ ബാസ്റ്റിമോന് മുട്ട കൊടുക്കുന്നതാണ്. ആനിസോട്ട എന്നാടാ ഹായ് പറയാൻ വരാഞ്ഞേ? മുട്ട കുടിക്കടാന്നോ? മുട്ട കുടിക്കടാ, മുട്ട കുടിക്കടാ. ഞാൻ വൈകുന്നേരം പോയിട്ട് വന്നിട്ട് ഞാനിതിൽ ചായ ഉണ്ടാക്കുവാണ് കേട്ടോ. പഞ്ചസാരയൊക്കെ എടുത്ത് വെച്ചേക്കോ, ചായപ്പൊടി എടുത്ത് വെച്ചിട്ടില്ല. അങ്ങനെ കാക്കക്കുഞ്ഞാണി അപാര കരച്ചിലാട്ടോ. അത് തന്നെത്താനെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ ശീലിച്ചേ. പറന്നിറങ്ങി അവിടെ ബാസ്ക്യൂന് വെച്ച വെള്ളത്തിൽ നിന്ന് അതെടുത്ത് ഇങ്ങനെ കുറച്ച് കുടിച്ച്. ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അതിങ്ങനെ ചുണ്ട് ഇങ്ങനെ മുട്ടിച്ച് തന്നെത്താനെ കുടിക്കുക. പക്ഷെ ശരിക്കും എൻ്റെ അമ്മയുടെ കൂട്ടത്തിലുള്ള സമയമാണെങ്കിൽ സ്വയം കുടിക്കാറായിട്ടില്ല. അത് വെച്ചാൽ അമ്മമാരിങ്ങനെ വായിലേക്ക് ചുണ്ട് വെച്ച് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഞാനാണെങ്കിൽ എടാ ഒന്ന് തുറന്നു കൊടുക്കടാ. ഞാൻ എന്താ വന്ന വഴിക്ക് മുട്ട വാങ്ങിച്ചോണ്ട് വന്നു. അതിലൊരു മുട്ട പൊട്ടി. അതാണ് ബാസ്ക്യൂ മോന് അപ്പം തന്നെ സ്പോട്ടിൽ കൊടുത്തത് കേട്ടോ. ബാസ്ക്യൂവിന് മുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന. അവന് ബീഫൊന്നും ബാസ്ക്യൂവിന് വലിയ പ്രിയമൊന്നുമില്ല. ബീഫ് ഫ്രൈ ഒക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കൊടുത്താൽ അവനും കഴിക്കാറൊന്നുമില്ല. ചിക്കനാണെങ്കിൽ പിന്നെയും കഴിക്കാറുണ്ട്. കാക്കക്കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ആൻസ് ഉറങ്ങിക്കിടന്നപ്പോൾ കാക്കക്കുഞ്ഞിന് ഒരു കരച്ചിലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ്. ആൻസ് എഴുന്നേറ്റ് കഴിഞ്ഞു. അതാണ് അമ്മ എന്ന് അതിൻ്റെ ധാരണ. ആൻസാണ് അമ്മ ഫുഡൊക്കെ കൊടുക്കുന്നത് കൊണ്ട്. പിന്നെ ഞാനിന്ന് കോളേജിലായിരുന്നപ്പോൾ മാനസൂട്ടനെ വിളിച്ചിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതനുസരിച്ചാണതാ ഉഴുന്ന് അതിൻ്റെ താഴെ അരിയൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. നാളെ ദോശയും സാമ്പാറും ഉണ്ടാക്കാം എന്നുള്ള ധാരണയിലാണ് ഞാൻ. അപ്പോൾ ആൻസിനോട് പറഞ്ഞു, ഉരുണ്ട ഗ്ലാസ് എടുത്ത് അതിന് 2 ഗ്ലാസ് അരി എടുത്ത് അതിനൊരു 1 ഗ്ലാസ് ഉഴുന്ന് 1 നുള്ളു ഉലുവയൊക്കെ ചേർത്ത് അങ്ങ് വെള്ളമൊക്കെ ഒഴിച്ചിടാൻ പറഞ്ഞു. അതേപടി അവൻ അനുസരിച്ചു കേട്ടോ. അങ്ങനെ നാളത്തേക്ക് ദോശയും. കുറേ നാളായി നമ്മളിവിടെ ദോശ ഉണ്ടാക്കിയിട്ട്. പണ്ട് എൻ്റെ കുറേ വർഷം മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഡെയിലി ദോശയായിരുന്നു. അന്നെനിക്ക് വേണ്ടി ഈ ദോശ ഒന്ന് മാറ്റാവോ എന്ന് ചോദിച്ച് കമൻറ്റ് വന്നു. പിന്നെ അവിടെ മിക്സിയൊക്കെ കേടായി കഴിഞ്ഞ് കുറേ നാൾ മിക്സി ഇല്ലാണ്ടിരുന്ന സമയത്താണ് നമ്മൾ വീണ്ടും എളുപ്പത്തിലേക്ക് ഇടിയപ്പത്തിലേക്കൊക്കെ അങ്ങ് മാറിയത്. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് മസാല ദോശ പോലെയൊക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനെ ഞാൻ ഇന്ന് കോളേജിൽ ഇരുന്നപ്പോൾ ചിന്തിച്ചേ, ദോശ ഉണ്ടാക്കിയിട്ട് കുറേ നാളായില്ല, എന്നാൽ എന്തുകൊണ്ടൊരു ദോശ ഉണ്ടാക്കിക്കൂടാ എന്ന് ചിന്തിച്ചു. ഞാൻ ഈ ഫോൺ ഇങ്ങനെ പിടിക്കാൻ കാരണേ തിളച്ച് തന്നാൽ അറിയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ ആൻസറോട് പറഞ്ഞാണത് സെറ്റ് ചെയ്യിപ്പിച്ചത്. പിന്നെ പച്ചക്കറിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതല്ലേ ഇരിപ്പുണ്ട്. നമ്മളന്ന് കഴിക്കുക. പിന്നെ ഉഴുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ സാമ്പാർ പരിപ്പ് വാങ്ങിച്ചു, സാമ്പാർ പൊടി വാങ്ങിച്ചു, കായമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇത്രയെല്ലാം വാങ്ങിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പാല് വാങ്ങിച്ചു. പിന്നെ കുറച്ച് സ്നാക്സ്, ഈവനിങ് സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പഴംപൊരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പഴംപൊരി കഴിക്കുന്നത്. പിന്നെ ഉഴുന്നുവട വാങ്ങിയിട്ടുണ്ട്. വട്ടയപ്പം വാങ്ങിയിട്ടുണ്ട്. വട്ടയപ്പം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ചില നാട്ടിലൊക്കെ അതിന് വേറെ പേര് കിണ്ണത്തപ്പം എന്നൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ കറക്റ്റ് അറിയില്ല. നമ്മൾ ആവിയേറ്റെടുക്കുമല്ലോ ഇങ്ങനെ പ്ലേറ്റിനകത്ത് വെച്ചിട്ട് ദോശമാവ് പോലെ ഉണ്ടാക്കി പഞ്ചസാരയൊക്കെ ചേർത്ത് വട്ടയപ്പം. അത് നമ്മൾ ഇങ്ങോട്ട് വട്ടയപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് പല നാട്ടിലേക്കും നമ്മുടെ കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റിലേക്കും പല പേരാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇങ്ങ് പോകുന്നു. പിന്നെ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട്, ഏത്തപ്പഴം വാങ്ങി. അപ്പം ആ കൂട്ടത്തിൽ ഞാൻ മൈദ കൂടി വാങ്ങി. ഞാൻ സാധാരണ ഗോതമ്പ് പൊടിയിലാണ് ഏത്തപ്പഴം മുക്കിയിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. പക്ഷേ മൈദയിലാണ്, നമ്മൾ കടയിലൊക്കെ മൈദയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മൈദയിലുണ്ടാക്കി വേറെ ടേസ്റ്റാണല്ലോ. വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഡെയിലി മൈദയൊന്നും യൂസ് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ മൈദ ശരീരത്തിന് കൊള്ളത്തില്ല എന്നൊക്കെ പറയും. പൊറോട്ട കഴിക്കുന്നത്, നമ്മൾ പൊറോട്ട പ്രിയരാണ് മലയാളികൾ പൊതുവെ. നമ്മുടെ നാഷണൽ ദേശീയ ഫുഡ് തന്നെ പൊറോട്ടയും ബീഫുമാണ്. പക്ഷേ മൈദ ഡെയിലി കഴിക്കാൻ കൊള്ളത്തില്ല. എങ്കിലും ഞാൻ വാങ്ങിച്ച പഴംപൊരി നല്ല മൈദ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതുകൊണ്ട് ഈ പാലിങ്ങനെ തിളച്ച് വരാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുന്നത് എന്താ? നല്ല പാലാണ് കേട്ടത്. നല്ല പാലിന് പാടയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പൊടിയൊക്കെ ഇട്ടതാക്കിയിട്ട് വരാം. അപ്പോൾ അതാ നമ്മളിവിടെ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആൻസ് ആണെങ്കിൽ പ്രിങ്കിൾസൊക്കെ കഴിച്ചിട്ടിരിക്കുക. തീർത്തോ അതാ? എന്തിയാ അതിൻ്റെ കവറ്? ആ താഴെ തന്നെ ഇട്ടാൽ മതിയിടാ. ബാസ്ക്യോ എൻ്റെ പൊന്നെ ഇങ്ങനെ വാലാട്ടല്ലേ. ഇനി അതിൽ പോയി കൈ കഴുകിയിട്ട് വാടാ പോയി.
ബാസ്ക്യൂവിന് ചായ തരാം. മൈദ ഞാനിവിടെ പൊറോട്ട ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ. അത് കൊറോണ ടൈമിൽ പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചതാണ്. പിന്നെ നമ്മൾ സാമ്പാർ പരിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, 1 കിലോ സാമ്പാർ പരിപ്പ്. അത് മൈദയാടാ, പഴംപൊടി ഉണ്ടാക്കാൻ വേണ്ടി. പൊറോട്ട കടയിൽ നിന്ന് 5 സാമ്പാർ പൗഡർ 2 തന്നു കേട്ടോ. അവിടെ തീരാറായിരുന്നു. അപ്പോൾ ഈസ്റ്റേണിൻ്റെ നിന്ന് ബ്രാഹ്മിൺസിൻ്റെ നിന്നിട്ട് ഏതാ നല്ലതെന്ന് നോക്കാം. പൊട്ടിപ്പോകൂല ഡാൻസേ. ഇത് ഉഴുന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അതെടുക്കണ്ട, അത് എന്നെ തന്നെ ഇരുന്നോട്ടെ. അത് പിന്നെ തിന്നാം, ഏത്തപ്പഴമൊക്കെ. അത് ഞാൻ പഴംപൊടി ഉണ്ടാക്കാൻ വാങ്ങിയതാണ്. പിന്നെ ഏത്തപ്പഴം. പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നത് ഇതാണ്. ആടാ ഒന്ന് എടുക്കുമെങ്കിലും ചെയ്യടാവേ. ഈ കൂടിങ്ങെടുത്തേടാ, ആ കൂടിങ്ങെടുത്തേ. ഈ കൂടെ ചോറ് കൊണ്ടുപോകാനായിട്ട് വേണം. ഇന്ന് ഞാൻ കൊണ്ടുപോയ ചോറിൻ്റെ പാകം എനിക്കിഷ്ടമായിരുന്നു. അത്രയും വേവ്. അത് നെയ്യപ്പം വാങ്ങിയതാണ്. ഇതിന് നമ്മുടെ നാട്ടിൽ നെയ്യപ്പം എന്ന് പറയും. ഇതിന് നമ്മുടെ നാട്ടിൽ ഇത് നമ്മുടെ നാട്ടിൽ വട്ടയപ്പം എന്ന് പറയും. ഇതാണ് വട്ടയപ്പം എന്ന് പറയുന്നത് കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇതാണ് വട്ടയപ്പം. ഇത് അപ്പം അതിനകത്തേക്ക് പറക്കി വെച്ചേ. ഓരോന്നോരോന്ന് വൃത്തിക്കൊക്കെ എടുക്കണാവേ. ഒരുപാട് സാധനങ്ങൾ വാങ്ങിയാൽ ആരും കഴിക്കൂലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് വാങ്ങിയത്. അപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം വിശപ്പൊക്കെ ഒന്ന് മാറി അത്താഴം ചോറൊക്കെ കുറച്ചേ ഉണ്ണത്തുള്ളൂ. മനസ്സിലായോടാ? വട്ടയപ്പം ഇപ്പം വേണമെങ്കിൽ കഴിക്കാം. ഇപ്പം ആവശ്യത്തിനൊക്കെ ഉള്ളതായില്ലേ കഴിക്കാൻ. അമ്മച്ചി ഉഴുന്നുവട തിന്നില്ല, അമ്മച്ചിക്ക് ഉഴുന്ന് ഇഷ്ടമല്ല. നിന്റെ ക്ലാസ് എന്തിയാടാ? ഏതാ നിന്റെ ക്ലാസ്? ആൻസ് കുട്ടൻ്റെ ക്ലാസ്. എൻ്റെ ക്ലാസ് ഇത് ആൻസിൻ്റെ ക്ലാസ്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പേരെഴുതിയ പണ്ട് എനിക്കൊരു കുഞ്ഞി കപ്പുണ്ടായിരുന്നു, അതിനകത്താണ് ഞാനെല്ലാം കുടിച്ചോണ്ടിരുന്നത്. ആ കപ്പ് എന്തിയാ ഇപ്പൊ കളിക്കാനെടുത്തത് കളഞ്ഞു. എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 10 അല്ല, എന്നാണ് ഈ വീട്ടിൽ വന്ന പിന്നെ കപ്പ്. പഴംപൊടി ഉണ്ടേ? പഴംപൊടി കിട്ടും. അവൻ ചിക്കനൊക്കെ കടിക്കുമ്പോലെ ഇങ്ങനെയൊക്കെ കടിക്കണം പഴംപൊടി. അമ്മച്ചി ഡീസന്റ് ആയിട്ട് മുമ്പിലെ പല്ല് കടിക്കാൻ അടിയിൽ പല്ല്. അപ്പോൾ നമ്മുടെ ചായകളൊക്കെ റെഡിയായി. ഈ വട്ടയപ്പം കൂടി പൊട്ടിക്കാം കേട്ടോടാ. പഴംപൊടി തിന്ന് തീർത്താൽ വട്ടയപ്പം പൊട്ടിക്കാം. അതിന് വട്ടാണോ? അപ്പൊ നിന്റെ അനിയനായിട്ട് വരുമല്ലോ. ഡയലോഗ് പറയാൻ വന്ന മറന്നുപോയി. പഴംപൊടി തിന്നാത്ത ബാസ്ക്യൂ എന്തിനാടാ പഴംപൊളിയുടെ അടുത്ത് വരുന്നേ? ബാസ്ക്യൂവിന് ചായ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ചു തരുന്നതായിരിക്കും. അമ്മച്ചി ചക്കപ്പഴം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വാങ്ങിയ ചക്കയുടെ പഴമാണ് കേട്ടോ. ചക്ക ഇരുന്ന് പഴുത്തതാണ്. ഇത് കുടിക്കണില്ലേ? ഒഴിച്ചേരട്ടെ? കൈ കൊള്ളി പോയടാ. ഇനി എടുക്കാണപ്പാ. വേണ്ട വേണ്ട, ഇനി എടുക്കാൻ പാടിയിരിക്കണത്. ഇപ്പൊ അതെല്ലാം പൊട്ടിക്കും. മാറാ മാറാ മാറാ.
അതങ്ങ് വെക്കാൻ. വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോൻ, ഇഷ്ടമല്ലടാ നിന്റെ പ്രവൃത്തി ഇഷ്ടമല്ലടാ. ബാസ്ക്യൂ ഇല്ല, പരക്കം പാഞ്ഞ് നടക്കുക. ബാസ്ക്യൂന് ബാസ്ക്യൂ പഴംപോളി തിന്നടാ. മൈദയാ? മൈദ തരാൻ പറഞ്ഞതോ നിൽക്കുന്നു. എന്നാ കൂടി നീ ഇതൊന്നും കഴിക്കണില്ലടാ. നീ എടുക്ക എന്തെങ്കിലും. പഴംപോളിയുടെ ഒക്കെ ഷേപ്പ് നോക്കിയാടാ. ബാസ്ക്യം മോനെ ബാസ്ക്യം മോനെ. പാട്ട് കാണാം. അപ്പൊ ഞങ്ങളുടെ ഇവനൊക്കെ ഇതൊക്കെയാണ് എടാ. രണ്ടു മൂന്ന് പേർക്ക് ഹായ് കൊടുക്കാൻ പറഞ്ഞു. ഞാനൊന്ന് പേർക്ക് നോക്കിയിട്ട് വരാവേ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന രണ്ടു മൂന്ന് പേർക്കൊക്കെ ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആദ്യം ഒരു ശ്രീലത അല്ലടാ, ആൻസൂട്ടന്റെ ഹായും ഹായ് കൊടുക്കാൻ വേണമെങ്കിൽ. പിന്നെ സുമ അതിന്റെ മക്കള് അനന്തുവിനും സൂരജിനും ആൻസൂട്ടന്റെ ഒരു വലിയ ഹായ്. പിന്നെ ഡാലിയ ദിവാകരൻ അതിന്റെ മോള് ഗീതിക മോൾക്ക് വലിയൊരു ഹായും. പിന്നെ നമ്മുടെ ചാനലിൽ കാണുന്ന നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ചാനൽ കാണുന്നവർക്കും എല്ലാവർക്കും, സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കാത്തവർക്കും, വീഡിയോ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമല്ലാത്തവർക്കും ഒക്കെ ഒരു എല്ലാവർക്കും ഒരു ഉമ്മ. ചുമ്മാ ഇരിക്കുന്നതല്ലേ, ഫ്രീ ആയിട്ട് കിട്ടട്ടെ. അപ്പോൾ അവള് ഈവനിങ് കോഫി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാം അല്ലടാ. ബാസ്ക്യൂവിനെ കുളിച്ചു കൊടുക്കാം. ബാസ്ക്യൂവിനെ തുറക്കണ്ട, അവനവിടെ കിടക്കട്ടെ. വേറെ പട്ടികൾ കൊണ്ടുവന്നതാണ്. എടാ എൻ്റെ ചെരുപ്പ് ഇങ്ങോട്ട് എടുത്ത് തരുമോടാ? അതെൻ്റെ അല്ലടാ. ഇത് ഇന്നാളെ നമ്മൾ അമ്മച്ചിക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന ചെരുപ്പല്ലേ? അതാണ് അമ്മച്ചിയുടെ. അപ്പം ഇതേതാ ഈ ചുമപ്പ്? അപ്പം നിലവിൽ എനിക്കാ ഇപ്പം ചെരുപ്പില്ലാത്ത. എനിക്ക് മിറ്റത്ത് ഈ പരിപാടി പറ്റത്തില്ല. അവൻ കയറ്റി വെച്ചേ. എനിക്ക് മിറ്റത്ത് വേണ്ടത് എങ്ങ് നോക്കട ഇട്ടേക്കുന്നതാ. ഈ ചക്കക്കുരു ഒക്കെ കോഴിക്ക് കൊടുക്കണത്. ആ ചെറുക്ക തെന്നി വീണിട്ട് ഇവിടെ അപ്പടി പായല. നമ്മുടെ മുറ്റം നിറച്ച് പായലായിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഈ പച്ച കാണുന്നതെല്ലാം പായലാട്ടോ. ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ പച്ച കാണുന്നത് മുഴുവൻ പായല. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് ഓട്ടോറിക്ഷ കയറിയപ്പോൾ എന്ത് ചെയ്ത് കയറത്തില്ലായിരുന്നേ. ഇത് കണ്ടോ, ഇത് മുഴുവൻ പായല. ഇവിടെയാണ് പായൽ കൂടുതലായിട്ടും. വീഡിയോയ്ക്കകത്ത് അത്ര പച്ച എടാ വീഡിയോയ്ക്കകത്ത് അത്ര പച്ച തോന്നുന്നില്ലടാ. നോക്കിയേ, ഞാൻ കാണിച്ചു തരാം പച്ച പായൽ എങ്ങനെ. ആ ചെരുപ്പ് പറഞ്ഞു പോകും കേട്ടോ ആൻസേ. ആ ചെരുപ്പ് പറഞ്ഞു പോകും. എന്തുവാടാ കയറ്റിയിടണം? ദൈവം, നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള മരങ്ങളെല്ലാം വെട്ടിയിട്ട് ഞാൻ ആരെയും കാണിച്ചു തന്നിട്ടില്ല ഇതൊന്നും. അപ്പം ഇവിടെ നിന്നായിരുന്നു വിറകൊക്കെ കിട്ടിയത്. പക്ഷെ വിറകെല്ലാം രാത്രി ആരും അടിച്ചോണ്ട് പോയി അവിടെ വീട്ടിൽ നിന്ന്. അമ്മച്ചിക്ക് അതിൻ്റെ ഭയങ്കര വിഷമം. അവിടെ എല്ലാം പുല്ലുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അമ്പലമൊക്കെ ശരിക്കാണ്. അമ്പലത്തിൻ്റെ കെട്ടിടമാണ് ആ കാണുന്നത്. ആ വെളുത്ത കെട്ടിടം കാണുന്നതുണ്ടോ? അത് അമ്പലത്തിൻ്റെ കെട്ടിടമാണ്. കാവാണ് കാണുന്നത് കേട്ടോ. ഓട് പോലെ കാണുന്നത് കാവാണ്. ഇത്ര അടുത്താണ് ഇവിടെ കാവ്. അടുത്തൊക്കെ വീടില്ലെന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അടുത്തൊക്കെ ഇതുപോലൊക്കെ വീടുണ്ട് കേട്ടോ. എപ്പോഴും എല്ലാവരും ചോദിക്കും, അടുത്ത വീടില്ലാത്തതുകൊണ്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാകും എന്നൊക്കെ പറയും. ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ. നമ്മുടെ വീടിൻ്റെ പുറകിലേക്ക് മാത്രമാണ് വലിയ വീടൊന്നും ഇല്ലാത്തുള്ളൂ. പിന്നെ ഈ സൈഡിലൊക്കെ വീടുണ്ട്. അതൊക്കെ ഒരു വീടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ എന്തോ പോടാർക്കാം അവൻ്റെ ഒരു ഇംഗ്ലീഷ്. ഓടി വന്ന് എങ്ങനെയാടാ ഇംഗ്ലീഷിൽ പറയുന്നത്? ഓടി വാ. അതൊന്നും നിനക്ക് അത്ര ആലോചിക്കാനായിട്ട് മറന്നുപോയോ വീട്ടിലിരുന്ന് ഇംഗ്ലീഷൊക്കെ? എന്താ
ആ എന്നടാ അത്? അതെന്തുവാ അതാ? പാമ്പിൻ്റെ പടം. ഇവിടെ മതി ഉണ്ടായിരുന്നു. അമ്മേ അവിടുന്ന് ഇവിടെ മതി ഉണ്ടായിരുന്നു. പാമ്പ് പടം ഊരിയിട്ടിരുന്നു. എടാ പടം ഊരണത് ചേരയാടാ ആൻസേ. ഇവിടെ മതി ഉണ്ടായിരുന്നത്. ഇവിടെ മതി. ചേരയാ പടം പൊഴിക്കുന്നത്. അതിൻ്റെ സ്കിന്ന്, ഡെഡ് സ്കിന്നൊക്കെ പൊഴിച്ച് കളയും പാമ്പ്. ആ കാലിലേക്ക് കല്ലെടുത്തിട്ടു അവൻ്റെ ഗോള്. അപ്പോൾ ഇന്നെനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. തലവേദന എടുക്കുക, അതുകൊണ്ടേ വന്നിട്ട് കുളിക്കാതെ ഇരിക്കുന്നത്. നല്ല തലവേദനയുണ്ട്. മഴ നനഞ്ഞെന്നേ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതേ പൈനാപ്പിളൊക്കെ കാണിച്ചു തരാവേ. പൈനാപ്പിൾ നട്ടതൊക്കെ കാണിച്ചു തന്നില്ലായിരുന്നോ? നട്ട സമയത്തൊക്കെ കന്നാര എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. കന്നാരച്ചക്ക എന്ന് പറയൂ കേട്ടോ. കാണിച്ചു തരാവേ, ബാക്ക് ക്യാമറ ഇടാം. വേണ്ടി നല്ല പാമ്പ് വരത്തില്ലല്ലോ. ഓ പേടിച്ചു പോയല്ലോ ഡാൻസേ. ഇതാ കന്നാരച്ചക്ക. ഇതാടാ കന്നാരച്ചക്ക. കണ്ട ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സൂം ചെയ്യാം. കണ്ട പൈനാപ്പിൾ ഉണ്ടായി നിൽക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എടാ ഇങ്ങോട്ട് ഇറങ്ങടാ, പുല്ലി ചവിട്ടല്ലേ. പൈനാപ്പിൾ ഉണ്ടായി നിൽക്കുന്നത് കാണാത്തവർക്ക് വേണ്ടിയിട്ടോ. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒടിച്ച് ആ മുകളിലത്തെ അതിൽ പിടിച്ചിട്ട് ആ കൊലയുണ്ടല്ലോ അതിൽ, നിന്നോട് പറഞ്ഞതല്ല, ഞാനിവിടെ പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കൊലയെ പിടിച്ചിട്ട് ഒടിച്ചാൽ മതി. പെട്ടെന്ന് ഒടിഞ്ഞൊടിഞ്ഞ് പോരും. ഇതാണ് പുല്ല്. കണ്ടോടാ പുല്ല്. റബ്ബറൊക്കെ കണ്ട കന്നാര. റബ്ബർ നട്ടിട്ട് റബ്ബറിന് ഇടവേളയായിട്ട് കൊടുക്കുന്നതാണ് കന്നാര. സ്ഥലമൊക്കെ ആരെങ്കിലും എടുത്തിട്ട് കന്നാര വെക്കാനായിട്ട് എടുക്കും. എന്നിട്ട് കന്നാര വെക്കാൻ എടുക്കുന്നവരാണ്, അതായത് പൈനാപ്പിൾ വെക്കാൻ എടുക്കുന്നവരാണ് റബ്ബർ നട്ട് കൊടുക്കുന്നത് ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറമ്പ് നിറച്ച് റബ്ബർ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ റബ്ബറൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ കൂട്ടുകാരെ. ആൻസൂട്ടിനോട് ഒരിടത്ത് നിൽക്കാൻ പറ്റത്തില്ല, മേല് നിറച്ച് ചെളിയാക്കും. എടാ നീ എന്ത് പണിയാടാ കാണിച്ചത്? നീ എന്ത് പണിയാണ് കാണിച്ചത്? ഇവിടെ നിന്നാണ് ഞാൻ ആ റീലൊക്കെ ചെയ്തത് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ ആ റീലൊക്കെ ചെയ്തത്. ഒരു പാട്ടൊക്കെ പാടി ഇവിടെ നിന്ന് നമ്മൾ കുറേ വിറകെല്ലാം വെട്ടിയെടുത്തതൊക്കെ. അയ്യോ ഇപ്പോൾ ആ സ്ഥലമാണ് ഈ കിടക്കുന്നതെന്ന് തോന്നുമോ? കാടൊക്കെ മൂടി ഇതേ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ പോയിട്ട് അവിടെ നിന്നെല്ലാം ചൂട്ടെടുത്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നാണേ. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അമ്മ അതിൽ കൊതുക, ഭയങ്കര കൊതുകാടാ. നിന്റെ ചെരുപ്പിൻ്റെ അടി മൊത്തം തേഞ്ഞു പോകും കേട്ടോ. ഇനി ചെരുപ്പില്ലാന്ന് എന്നോട് പറഞ്ഞേക്കരുത്. ഞാനൊരു ചെരുപ്പ് കാശ് കൊടുത്ത് വന്നിട്ട് എത്ര നാളായെന്നറിയാവോ? എനിക്ക് ഇൻസ്റ്റാ പേജിൽ നിന്ന് ആഡ് ചെയ്യാനായിട്ട് ഒരു ചെരുപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ജോഡി ചെരുപ്പ്. അതിപ്പോൾ നിലവിൽ ഞാൻ വീടിനകത്തിട്ടുകൊണ്ട് നടക്കുന്നത്. പിന്നെ വീടിന് വെളിയിലിടുന്ന ഈ ചെരുപ്പ് ഞാൻ ആൻസിനും എനിക്ക് അമ്മച്ചിക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഞാൻ എടുത്തതാണ്. അതും കഴിഞ്ഞ് അമ്മച്ചിക്ക് ഇപ്പോൾ 2-3 ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനിപ്പോഴും എന്തേ അത് ഇട്ടുകൊണ്ട് നടക്കുന്നത്. എനിക്ക് വാങ്ങിച്ചു തരാനൊന്നും ആരുമില്ല, ഒരു മൈൻഡും ഇല്ല ഇതിനോടൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ അവിടെ നിന്നപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇതാ കാണുന്നത് കേട്ടോ, അത് പോത്തുകിടാവ്. എനിക്ക് പേടിയാ പോത്തുകിടാവ്. അത് നിങ്ങൾ പോത്ത് വെട്ടൂടെ ഇറക്കാം അങ്ങോട്ട് പോകാൻ. പിന്നെ അങ്ങോട്ട് അവിടെ ആരാ ഇരിക്കുന്നത്? അപ്പം എന്താണേലും വട്ടയപ്പമൊക്കെ കട്ടയ്ക്ക് മൂഞ്ചി. വട്ടയപ്പം എടുത്തില്ല, പഴംപൊള്ളി നിവർത്തി എറിഞ്ഞു. അല്ലടാ ആൻസേ, ഇത് ഇട്ടേക്കണം നോക്കിക്കേടാ, എന്നെ പരിപാടിയൊക്കെ കാണിച്ചേക്കണമെന്ന്. ഇവിടെ കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് റബ്ബറൊക്കെ ഇവിടെ വെട്ടി തുടങ്ങി. ഈ റബ്ബർ മരത്തിന് കൂടിട്ടു, കവർ ചെയ്ത് കൂടൊക്കെ ഇട്ടിട്ടാ. റബ്ബർ മരത്തിന് പാവാട ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. സന്ധ്യാസമയമായി. ദാ പറമ്പ് കിടക്കുന്നുണ്ടോ? കാടൊക്കെ വെട്ടി തെളിച്ചപ്പം നല്ല സെറ്റായി. പ്ലാവിലാണെങ്കിൽ നല്ല വരിക്ക ചക്ക മൂത്ത് കിടക്കാണ്, പക്ഷെ കയറാൻ പറ്റത്തില്ല, തെന്നും. എടാ നീ ആ കാലിന് അങ്ങനെ തട്ടല്ലേടാ, ചെരുപ്പ് ഒരഞ്ഞ് തീർന്നു പോകുന്നേ. ആ എടാ എന്നെ മുഖത്തിൻ്റെ കൊള്ളൂലേടാ. കൊണ്ടായിരുന്നെങ്കിൽ നിന്റെ അവസാനമായിരുന്നു. എന്തോ ഊഹിക്കാതിരിക്കാൻ? നീ ഊഹിച്ച് പറയുവാന്നല്ല. എനിക്ക് ഇതിങ്ങനെ ഒരു ഇതുമില്ലാതെ ഇരിക്കുന്ന കാണുമ്പോൾ സങ്കടം വരും. പണ്ടൊക്കെ എന്തോരം കാച്ചലും ചേനയും ചേമ്പൊക്കെ നട്ടോണ്ടിരുന്നു പണ്ടപ്പള്ളിയില് വീട്ടില്. നമ്മളങ്ങനെ വൈകി. എടാ ഇത് എന്ത് പണിയാടാ ഈ കാണിക്കുന്നത്? മേത്തേക്ക് തെറിപ്പിക്കുകയാണ് നീ ചെയ്യണേ.
എന്നോട് കുറേ നേരമായിട്ട് പറഞ്ഞു ഇവൻ്റെ ഒരു വടിയും കിട്ടിയായിരുന്നു ഇവൻ്റെ ചന്തി അടിച്ച് പൊട്ടിക്കായിരുന്നു. ഇങ്ങതാ നിൽക്കവിടെ, നിൽക്കടാ അവിടെ. അത് ഒടിഞ്ഞും പോയി. എടാ ഒടിയാത്തൊരു വടി എടുത്തടാ. എന്നെ അടിച്ചേക്കരുത് തൊട്ട്. എൻ്റെ ഉടുപ്പൻ ചെളി പറ്റുമോ? അതിൽ ചെളിയുള്ളതാ. ഇത് പറ്റുമോ? എനിക്ക് പോയി നടക്കണേ. മാറാ എടാ അടിക്കരുത് തൊട്ടാടാ. ഉടുപ്പൻ ചെളി പറ്റിയ ഞാൻ പറയാം. പിന്നെ കൂത്ത കളഞ്ഞാൽ മതി. നിന്റെ കാക്കക്കുഞ്ഞ അവിടെ ഇരുന്ന് വിളിക്കുന്നത് ആനസ് ചേട്ടായി അല്ല ആനസമ്മയെന്ന്. ഞാനടാ അമ്മ, നീ അമ്മയാണോടാ? പറയടാ ദേടാ നമ്മള് കൊണ്ട് നട്ടെ. വാ എനിക്ക് വേദന എടുത്ത് ഞാൻ പറയാട്ടോ. എനിക്ക് ഒന്നാമത് തലവേദന എടുക്കുക. നീ അടച്ചാളെ തുടച്ചോളൂ. ഞാൻ മര്യാദക്ക് തുടച്ചോളാം. എടാ ഇത് മുഴുവൻ അവിടെ നിന്ന് കളഞ്ഞടാ. നീ അതറിഞ്ഞോ? ഈ ചെടി നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതാ JCB എടുത്ത് കംപ്ലീറ്റ് ചെടിയും കളഞ്ഞ. അപ്പൊ പറിച്ചത് നന്നായി. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പറിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ട് നടാന്നുള്ള പ്ലാനിങ്ങിലൊക്കെ നിന്നിട്ടേ നേരത്തെ തന്നെ പറിച്ച് നട്ടത് നന്നായി. മൾബറിയിലടാ മൾബറി. അതെന്നതാ അത്? ഞാൻ പോയി തട്ടാൻ പോണേ. തുളസി. അങ്ങനെ നമുക്ക് വൈകുന്നേരമായി. പക്ഷികളൊക്കെ ചേക്കാറാനായിട്ട് തുടങ്ങും അല്ലേ ഡാൻസ്? എവിടെയാ പോലും അതുങ്ങളൊക്കെ കിടക്കുന്നത്? അവർ ചേക്കേറുന്നത് മരത്തിൽ കിടക്കാനായിട്ട് പോവാ. പക്ഷികൾ മരത്തിലേക്ക് അതേ നോക്കിക്കേ, പക്ഷികളൊക്കെ പോവും. അപ്പം ഞങ്ങളും കിടക്കാനായിട്ട് ഞങ്ങൾ വീടിൻ്റെ അകത്തേക്ക് കയറി പോവാ. സന്ധ്യയായി. സന്ധ്യ ഇതിന്റെ പൊന്നോ ഒരു ഉമ്മയുടെ ഇതിനൊന്ന് കൊഞ്ചിക്കാനായിട്ട് പറ്റാ. ഇതിനൊന്ന് കൊഞ്ചിക്കട്ടെ. ഇതിനൊക്കെ എടുക്ക. ഇനിയിപ്പോ ഇവനൊന്ന് എന്നാ പ്ലേസ്? അമേരിക്ക. എന്നതാ? തൊടുപുഴ. ആ കന്നിമൂല. പറമ്പിലുള്ള സ്ഥലം ഇത്. ഇതേ വരിക്കപ്ലാവ്. ഓടാനാണോ ഇവിടുന്ന് അവിടം വരെ? അന്നാ നീ തല്ലുകൊള്ളൂ. എടാ ചെരുപ്പ് പോകുമെന്ന് പറഞ്ഞില്ലേടാ. ഇനിയിപ്പോ ഇവനെങ്ങനെ എടുത്തോണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ല. ഇവൻ വലുതായി. നീ കൈ വെക്ക. എനിക്ക് ഇടത് കൈയാ വശം. അത് പിടിച്ച് എന്റെ പൊന്നോ നേരെ വെക്ക. ഫോണ് കമന്ന് ഇതേടാ ഒരു പട്ടി ആടി ഇറങ്ങി ഓടണടാ. ആരാ? ഏത് കൂക്കു? ഇവിടത്തെ ഏതോ തെരുവ് പട്ടി. വഴിക്കോളാണോ പട്ടീനെ കൂക്കൂന്ന് വിളിച്ചോടി പട്ടി തിരിഞ്ഞു നിൽക്കുന്ന. അന്നേരം ഇവൻ എന്നെ ചോട്ടി ഓടാ. ബാസ്കോ ജനലേക്കടെ ഉളിഞ്ഞു നോക്കുന്നു. ബാസ്കോ ബാസ്കി വന്നേക്കുന്നു. പട്ടീന്ന് കേട്ട വഴി ബാസ്കി പറന്നു വന്ന്. നമ്മളപ്പോൾ വീടിനകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. കയറിപ്പോകാൻ തുടങ്ങുകയാണ്. ഇനി പോയി കയറണ്ട. ഞാൻ അടുത്ത് എടാ വയ്യടാ തലവേനടാ. അപ്പോൾ വീണ്ടും പോയി വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട്. ബൈ.